ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്ര താളുകളിൽ മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസൺ തന്റെ പേര് സ്വർണ്ണ ലിപികളാൽ ചേർത്തിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്തു നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് മാറിയ സഞ്ജു തന്റെ പുതിയ ടീമിനായി കളിച്ച ആദ്യ മത്സരങ്ങളിൽ തന്നെ വിമർശകരുടെ നാവടപ്പിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന പോരാട്ടത്തിൽ സഞ്ജു നേടിയ 115 റൺസ് വെറും ഒരു സെഞ്ചുറി മാത്രമല്ല, അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ പല വമ്പൻ റെക്കോർഡുകാരുടെയും തകർച്ചയായിരുന്നു. സഞ്ജു സാംസൺ എന്ന താരത്തെ എക്കാലവും പിന്തുടരുന്ന ഒന്നാണ് സ്ഥിരതയില്ലായ്മ എന്ന ആക്ഷേപം. എന്നാൽ ഓരോ തവണയും തഴയപ്പെടുമ്പോഴും കൂടുതൽ കരുത്തനായി തിരിച്ചു വരുന്ന സഞ്ജുവിനെയാണ് ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന വമ്പൻ ഫ്രാഞ്ചൈസിയിലേക്ക് എത്തിയപ്പോൾ സമ്മർദ്ദങ്ങൾ ഏറുമെന്നതായിരുന്നു പ്രവചനങ്ങൾ. എന്നാൽ ഡൽഹിക്കെതിരായ മത്സരത്തിൽ 56 പന്തിൽ നിന്നും 15 ഫോറുകളും 4 സിക്സറുകളും സഹിതം സഞ്ജു നേടിയ 115 റൺസും ആധുനിക T20 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ സഞ്ജു ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പന്ത് പായിച്ചുകൊണ്ട് മിസ്റ്റർ 360 പരിവേഷത്തിലേക്കും ഉയർന്നു. ഈ ഇന്നിംഗ്സിലെ 4 സിക്സറുകൾ സഞ്ജുവിനെ എത്തിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികായന്മാർ വാഴുന്ന ഒരു എലിറ്റ് ക്ലബിലേക്കാണ്. T20 ഫോർമാറ്റിൽ 400 സിക്സറുകൾ തികയ്ക്കുന്ന 4ാമത്തെ മാത്രം ഇന്ത്യൻ താരമായി സഞ്ജു മാറി. രോഹിത് ശർമ്മ 554, വിരാട് കോഹ്ലി 440, സൂര്യകുമാർ യാദവ് 421 എന്നിവരാണ് സഞ്ജുവിന് മുൻപേ ഈ നേട്ടം കൈവരിച്ചത്. സിക്സറുകൾ അടിക്കാനുള്ള സഞ്ജുവിന്റെ സ്വാഭാവികമായ കഴിവും മസിലുകളുടെ കരുത്തിനപ്പുറം ടൈമിങ്ങിന് നൽകുന്ന പ്രാധാന്യവുമാണ് അദ്ദേഹത്തെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും രസകരമായ ഒരു റെക്കോർഡ് അദ്ദേഹം ഒരു സീസണിലെ ആദ്യ സെഞ്ചുറി നേടുന്നു എന്നതാണ്. IPL ചരിത്രത്തിൽ ഇത് 4ാം തവണയാണ് ഒരു സീസണിലെ ആദ്യ സെഞ്ചുറി സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നത്. 2017 ഡൽഹിക്കായി ആദ്യ സെഞ്ചുറി, 2019 രാജസ്ഥാൻ റോയൽസിനായി, 2021 നായകനായുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ആദ്യ സെഞ്ചുറി, 2026 CSK ജേഴ്സിയിൽ സീസണിലെ ആദ്യ സെഞ്ചുറി. ഒരു ലീഗിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്ന മറ്റൊരു താരം IPL ചരിത്രത്തിൽ വിരളമാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന്റെ ഇന്നിംഗ്സ് സവിശേഷമാണ്. IPL ആരംഭിച്ച് 18ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ചെന്നൈക്കായി സെഞ്ചുറി നേടുന്നത് ഇതാദ്യമായാണ്. ടീമിന്റെ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന MS ധോണി പോലും IPL സെഞ്ചുറി നേടിയിട്ടില്ല. 2019 RCBക്കെതിരെ ധോണി നേടിയ 84 റൺസായിരുന്നു ഇതിനു മുൻപ് ഒരു ചെന്നൈ വിക്കറ്റ് കീപ്പറുടെ ഉയർന്ന വ്യക്തിഗത സ്കോർ. സഞ്ജു ആ റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. കൂടാതെ ഡൽഹി ടീമിനെതിരെ ഒരു ചെന്നൈ ബാറ്റർ സെഞ്ചുറി നേടുന്ന നീണ്ട 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. 2012 മുരളി വിജയ് നേടിയ സെഞ്ചുറിക്ക് ശേഷം മറ്റൊരു താരത്തിനും ഡൽഹിക്കെതിരെ ഈ നേട്ടത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. IPLൽ തന്റെ സാന്നിധ്യം അറിയിച്ച 3 ടീമുകൾക്കായും സെഞ്ചുറി നേടുക എന്ന അപൂർവ നേട്ടവും സഞ്ജു സ്വന്തമാക്കി. ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ നേട്ടം ഇതിനു മുമ്പ് കൈവരിച്ചിട്ടുള്ളത് KL രാഹുൽ മാത്രമാണ്. ഫ്രാഞ്ചൈസികൾ മാറുമ്പോഴും ബാറ്റിംഗ് മികവിൽ മാറ്റം വരുന്നില്ല എന്നത് സഞ്ജുവിന്റെ പക്വതയാണ് കാണിക്കുന്നത്. MS ധോണിക്ക് ശേഷം ചെന്നൈ ആരാധകർ നെഞ്ചേറ്റുന്ന ഒരു താരമായി സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞു. ടോസ് ഇടാൻ വരുമ്പോഴും ബാറ്റിംഗിന് ഇറങ്ങുമ്പോഴും ഗാലറിയിൽ നിന്നും മുഴങ്ങുന്ന സഞ്ജു സഞ്ജു എന്ന വിളികൾ അത് ശരിവെക്കുന്നു. വിക്കറ്റിന് പിന്നിലെ ചടുലമായ നീക്കങ്ങളും ബാറ്റിംഗിലെ പവർ ഹീറ്റിംഗും സഞ്ജുവിനെ CSKയുടെ അഭിവാജ്യ ഘടകമാക്കി മാറ്റുന്നു. ഒരു മലയാളി താരം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിൽ എത്തുമ്പോൾ അത് കേരളത്തിലെ വളർന്നുവരുന്ന കായിക താരങ്ങൾക്കും വലിയൊരു പ്രചോദനമാണ് നൽകുന്നത്. പ്രതിഭയുണ്ടായിട്ടും പലപ്പോഴും ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോഴും ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും തന്റെ പ്രകടനം കൊണ്ട് സഞ്ജു സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ 115 റൺസ് പ്രകടനം വരാനിരിക്കുന്ന T20 ലോകകപ്പിലേക്കുള്ള സഞ്ജുവിന്റെ ശക്തമായ അവകാശവാദം കൂടിയാണ്. സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. റെക്കോർഡുകൾ ഓരോന്നായി തകർക്കപ്പെടുമ്പോഴും വിനയനായി നിൽക്കുന്ന സഞ്ജു കളിക്കളത്തിലെ മാന്യതയ്ക്കും ഉദാഹരണമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം സഞ്ജുവിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ സീസൺ സഞ്ജുവിന്റെ കൂടിയാണെന്ന് ഈ സെഞ്ചുറി ഉറപ്പിച്ചു പറയുന്നു.